അളിയ, ഈ പ്രിയംവദയ്ക്ക് എന്തു പറ്റി? ഈ പ്രിയംവദ കാതരയാണോ? എന്തേര്? ഹായ്, ഞാൻ സെബാസ്റ്റ്യൻ. വയസ്സ് 23, വയനാട്. നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ ഞാനും ആ കടമ കഴിഞ്ഞു. ബിടെക്. കർത്താവിൻ്റെ കൃപ കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വൻകിട കയറ്റുമതി കമ്പനിയിൽ ജോലിയും കിട്ടി. കയറ്റുമതി എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു ജാടയ്ക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംഭവം കയറ്റുമതി ആയതുകൊണ്ട് പട്ടിയെ പോലെ പണിയെടുക്കേണ്ടി വരും. പിന്നെ ആകെയുള്ള പ്രതീക്ഷ നല്ല ഉക്കരം പെമ്പിള്ളേരുണ്ടാകുന്നു. കണ്ടറിയാം. നാളെയാണ് ഡേറ്റ് ഓഫ് ജോയിനിങ്. അപ്പോൾ ശരി. രാവിലെ തന്നെ അപ്പൻ വരാന്തയിൽ ചൊറിയാനിരിപ്പുണ്ടായിരുന്നു. വയനാട്ടിൽ വീണ്ടും കർഷക ആത്മഹത്യ. പെട്രോൾ ഡീസൽ വില വർധനവുടൻ. വിലക്കയറ്റം രൂക്ഷം. ഇനി ഉദ്യോഗമുള്ളവർ വല്ലതും അയച്ചു തന്നാൽ കൊള്ളാം. അപ്പാ, നീ വന്നോ? എന്തൊരഭിനയം! വല്ലതും ഉണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ? അത് അയച്ചു തരാം. അങ്ങനെ ഒരുപാട് തരുണിമണികളെയും സ്വപ്നം കണ്ടു ഞാൻ വീട് വിട്ടിറങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു തിരുവനന്തപുരത്ത് ക്രിസ്ത്യാനികൾ കുറവാണെന്ന് ആരുടെയോ വായിൽ നിന്നറിഞ്ഞ അപ്പൻ പിന്നിൽ നിന്ന് വിളിച്ചത്. വേറെ ജാതിയിലുള്ള ഏതെങ്കിലും അവളുമാരുമായിട്ട് കയറി വന്നാൽ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മനക്കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നറിഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. കേരളം ഒരു ഭ്രാന്താലയമാണ്. സത്യം. എല്ലാ ദൈവങ്ങളെയും ശപിച്ചുകൊണ്ട് ഭാരമേറിയ ഹൃദയവും ഭാരമേറിയ ബാഗുമേന്തി തിരുവനന്തപുരം ബസ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. താമസിക്കാൻ കാഴ്ചയിൽ ഉഗ്രനൊരു വീട് റെഡിയാക്കി. കൂടെ പഠിച്ചവനും മറ്റൊരു കയറ്റുമതി ജീവനക്കാരനുമായ ബാസിൽ അവന്റെ 100 വാട്ടി ചിരിയുണ്ട്. പിന്നെ സ്റ്റാറ്റസ് തൊഴിൽ രഹിതൻ എന്നതിൽ നിന്നും തൊഴിലാളി എന്നതിലേക്ക് മാറിയെങ്കിലും ജീവിതം പഴയതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങി. പഴയ കലാപരിപാടികളൊക്കെ അങ്ങനെ തന്നെ തുടർന്നു. കാരണം ഞങ്ങൾ ബെഞ്ചിലായിരുന്നു. എക്സ്ക്യൂസ് മീ, 2 ചായ. വീട്ടിൽ അത്യാവശ്യത്തിന് നല്ല കടവും 5 അക്ക ശമ്പളത്തിൻ്റെ അഹങ്കാരവും പിന്നെ ഇൻഫ്ലേഷനും കൂടി ആയപ്പോൾ ഞങ്ങളുടെ കൂടെ മറ്റൊരു റൂംമേറ്റിനെ കൂടി താമസിപ്പിക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ഒരു സുഹൃത്തു കൂടിയായി. അവനാണ് സേവ്യർ. എന്റെ മോനെ ചെറിയത്ര മോശം. അയ്യോ അമ്മേ. വന്ന ദിവസം മുതൽ ശ്രദ്ധിക്കുന്നതാണ് സേവ്യറിന്റെ മുഖത്തെ ആ വിഷാദം. ഒരുമാതിരി 3 Idiotsലെ ശർമ്മൻ ജോഷിയെ പോലെ മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അന്നേ ഞാൻ ഊഹിച്ചിരുന്നു ഒരു കറുത്ത അധ്യായം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരിക്കൽ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ച എന്നോട് അവനെ ഞെട്ടിപ്പിക്കുന്ന സത്യം തുറന്നു പറഞ്ഞു. ആകെയുള്ളത് അച്ഛനും അമ്മയുമാ. അവരാണെങ്കിൽ അങ്ങ് ദേവലോകത്ത്. കർത്താവേ, ആ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. സേവ്യറെ, സ്നേഹമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. ഞാൻ ഉദ്ദേശിച്ച ദേവലോകം കോട്ടയത്തെ ഒരു സ്ഥലമാ. പണ്ടാരം ദേവലോകവും നരകമൊക്കെ ഭൂമിയിലുണ്ടാവുന്ന ആരറിഞ്ഞു? കർത്താവേ, ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകരുതേ. ദിവസങ്ങൾ ഓടിപ്പോയി. ജീവിതം പഴയതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങി. താമസിയാതെ മറ്റൊരു റൂംമേറ്റ് കൂടിയായി. പ്രതിഭാസത്തിൻ്റെ പ്രായം, കാശിൻ്റെ കായം, ശവത്തിൻ്റെ ശായുമുള്ളവൻ, പ്രകാശൻ.
പ്രകാശ, ഇൻട്രോസ് ഇവിടെ 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 ആ പ്രകാശൻ. തൃശ്ശൂർക്കാരനും പേര് കേട്ട നായരുമായ പ്രഭാകരൻ പിള്ളയുടെ മകനാണ് ഈ പ്രകാശൻ. അച്ഛനും അമ്മയും പ്രിയംവതയും അടങ്ങുന്ന ആധുനിക അണുകുടുംബത്തിലെ ഒരംഗം. സൽഗുണ സമ്പന്നൻ, സർവകാന്ത പാരായണൻ, ദൈവഭക്തൻ, ദുശീലങ്ങളൊന്നുമില്ല. എല്ലാ പ്രകാശ വള്ളടിച്ച് ഫിറ്റായിട്ട് വാള വെക്കുന്ന കേട്ടിനി. ഇത് കണ്ടിട്ട് വാള വെക്കുന്ന ആദ്യമായിട്ടാ അല്ലേ? എന്തിനേറെ തിന്ന് വെള്ളമടിക്കുക പോലും ഇല്ല. ബണ്ണും പച്ചവെള്ളവും തിന്ന് ജീവിക്കുന്ന സാധുജീവി. എനിക്കൊരു പെങ്ങളുണ്ട്. പക്ഷെ അവളെപ്പറ്റി 24 മണിക്കൂറും സംസാരിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷെ പ്രകാശന്റെ വായിൽ എപ്പോഴും പ്രിയംവത മാത്രം. പ്രിയംവത വെറും പാവാ. പ്രിയംവത വളരെ സ്നേഹസമ്പന്നയാണ്. പ്രിയംവത പാല് പോലെ വെളുത്തിട്ടാ. പ്രിയംവതയ്ക്ക് ചിക്കൻ വലിയ ഇഷ്ടം കേട്ടോ, സത്യം. എന്തിനേറെ പറയുന്നു, സുന്ദരരും സുമുഖരുമായ 3 ചെറുപ്പക്കാരുടെ ഉറക്കം പോയി കിട്ടി. പ്രകാശം ഗ്ലാമർ അല്ലേ? പോളും ഗ്ലാമർ ആയിരിക്കും അല്ലേ? പക്ഷെ അവള് നായരല്ലടാ. ഓള് നായരാണെങ്കിൽ എന്താടാ? ഞാൻ മുസ്ലിമാടാ, മുസ്ലിമേ. പക്ഷെ ഞങ്ങള് ക്രിസ്ത്യാനികൾക്കാ ചെറിയ മുൻതൂക്കം. പ്രിയംവത വളരെ സുന്ദരിയാണ്. പ്രിയംവത വളരെ വെളുത്തിട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കി. പ്രിയംവത എത്രത്തോളം സുന്ദരിയാണ്? കർത്താവ് അതിന് ഒരു വഴി കാണിച്ചു തന്നു. ഞാൻ വെറും കച്ചടയല്ല, മഹാ 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 കച്ചട. നിനക്കൊരു കാര്യം അറിയോ? ഹേ അളിയ, പ്രിയംവത ഇതിലും സുന്ദരിയാണ്. എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയതും വിഷാദരോഗി ചിരിച്ചതും മഴക്കാലമല്ലാതിരുന്നിട്ടും ബാസിന്റെ മനസ്സിൽ കുളിർമഴ പെയ്തതും ഒരുമിച്ചായിരുന്നു. അളിയ, ഈ പ്രിയംവതയ്ക്ക് എന്തു പറ്റി? ഈ പ്രിയംവത കാതരയാണോ? എന്തേര്? ഈ പ്രിയംവത കാതരയാണോ? കാതര എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഞാൻ മൊഴിഞ്ഞു. ആയിരിക്കും. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വന്നു. പ്രകാശനെ കാണിക്കാനെങ്കിലും ഞങ്ങൾ നല്ല പിള്ളേരായി. ബാസിൽ ജട്ടി അലക്കാൻ വരെ തുടങ്ങി. അത് കേട്ടിട്ടാണ് തോന്നുന്നു ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പ്രകാശൻ ഞങ്ങളോട് പറഞ്ഞത്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങിയേക്കോ. അതെ, ഇത്തവണ ഓണത്തിന് സദ്യ എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും അങ്ങ് എത്തിയേക്കണം. ഓക്കെ. എന്റെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടിയതും ബാസിലിന്റെ മനസ്സിലെ കുളിർമഴ ഒരു പേമാരിയായി പെയ്തിറങ്ങിയത് ഒരുമിച്ചായിരുന്നു. പക്ഷേ സേവ്യർ മാത്രം വീണ്ടും വിഷാദമഗ്നനായി കാണപ്പെട്ടു. എന്തു പറ്റിയളിയാ? വിഷാദരോഗം പിന്നെയും തുടങ്ങി. അല്ലടാ, ഓണത്തിന്റെ അന്ന് എനിക്കൊരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. സായിപ്പന്മാർക്കൊന്നും ഓണോ വിഷയൊന്നുമില്ലല്ലോ. അത് വലിയൊരു തിരിച്ചടിയായി പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സാരില്ല എന്റെ സേവിയറെ, കണ്ണോടിച്ചാളാ. സോറി. എന്താ ഒരു ഐഡിയ. ഇത്തവണ ഞാനും ബാസിലും കൂടെ പോവാം. അടുത്ത തവണ നമുക്ക് 3 പേരും കൂടെ പോവാം.
എന്തു പറയുന്നു? അല്ലേ ബാസിലെ? ആ അതെ. അങ്ങനെ ആ വെള്ളിയാഴ്ച തൃശ്ശൂർക്ക് പോകാൻ തീരുമാനമായി. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒടുവിൽ കാത്തിരുന്ന വെള്ളിയാഴ്ചയായി. അളിയ, യന്ത്രങ്ങൾക്ക് ഹൃദയമില്ലെന്ന് ആരാടാ പറഞ്ഞത്? മനസ്സിൽ 1000 സ്വപ്നങ്ങളുമായി ഞങ്ങൾ യാത്ര തിരിച്ചു. സേവ്യറിന്റെ മനസ്സ് അപ്പോഴും വിങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു. വല്ല കടുങ്കയും ചെയ്തു കളയുമെന്നായിരുന്നു എന്റെ പേര്. നിങ്ങൾ എത്തിയോ? വാ വാ. ഉച്ചക്ക് എത്തുമെന്ന് പറഞ്ഞു, രാവിലെ തന്നെ എത്തിയില്ലേ? കണ്ണാടി ഒരു മാറ്റടേ, നല്ല ബോറായിട്ടുണ്ട്. വാ കേറി വാ. വാ ഇരിക്കെ. വാസലേരി ഇരിയടാ. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് വരാം. പ്രിയേ, ചായ എടുത്തോ. നിൽക്കുന്നില്ലല്ലോ ഉണ്ടായിരുന്നു. വരുന്നുണ്ട് അളിയാ, വരുന്നുണ്ട്. എടുത്തോളൂ. എങ്ങനുണ്ട്? കൊള്ളാം, നല്ല ചായ. അയ്യോ, അത് കാപ്പിയാ. ഓ, നല്ല കാപ്പി. മധുരം എങ്ങനെയുണ്ട്? നല്ല തേനിന്റെ മധുരം. ഇവളെന്നെയും കൊണ്ടേ പോകും. ആ നമ്മുടെ വേലക്കാരി നാണിയമ്മയുടെ മോള് പ്രിയാമണി. സ്നേഹത്തോടെ നമ്മള് പ്രിയാന്ന് വിളിക്കും. കാപ്പിക്ക് വല്ലാത്ത കയ്പ്. സൂക്ഷിക്കണം, പെട്ടെന്ന് തലേ കയറുന്ന ടൈപ്പാ. കിട്ടിയ ചാൻസിനോളെന്റെ തലേ കേറി. അല്ല പ്രകാശ, അച്ഛനമ്മയും പിന്നെ പ്രിയമതൊക്കെ എവിടെ പോയി? അവര് ഷോപ്പിങ്ങിന് പോയിരിക്കാം, ഇപ്പൊ വരും. ഇതാ വന്നെന്ന് തോന്നുന്നു. ഇവൻ ഒടുക്കത്തെ ഗ്ലാമറാണ്. അമ്മ ആരടാ ഈ തടിയൻ? പ്രിയംവദേ, പാല് കുച്ചോ മോള്? ബിസ്ക്കറ്റ് തിന്നണ്ടേ? മമ്മി ചിക്കൻ തന്നോ? അപ്പീട്ടോ. മാമന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മാമന്മാരെ കാണണ്ടേ? ഹായ് പറ. ഹായ് സെബാസ്റ്റ്യൻ അങ്കിൾ. ഹായ്. സോ സ്വീറ്റ്. പ്രിയംവദ വളരെ സ്നേഹസമ്പന്നയാണ്. മാമന്മാരെ ഇഷ്ടപ്പെട്ട മോക്ക്? നന്നായി വാലാട്ടുന്നു. പ്രിയംവദയ്ക്ക് ചിക്കൻ വലിയ ഇഷ്ടം. പട്ടിയല്ലേ, എല്ല് പോലും ബാക്കി വെക്കില്ല. പ്രിയംവദ പാല് പോലെ വെളുത്തിട്ടാണ്. നല്ല വെളുത്ത പൂട. അപ്പം CID മൂസ? അങ്ങനെയായിരുന്നല്ലേ. ഊളയായി അടിയാ, ഊളയായി. ഇനിയെല്ലാം ബാസിലെ നീ ഉണ്ടോടാ?
എന്തു പറ്റിയടാ? എന്തു വേടാ സെബാസ്റ്റ്യ? ഒന്നുമില്ല. എടാ നമുക്ക് മറ്റേ ക്ലൈം മീറ്റിംഗ് ഇല്ലേ, ഓസ്ട്രേലിയൻ ക്ലൈന്റ്, നമ്മളെ ഓസ്ട്രേലിയൻ ക്ലൈന്റ്. പോവാം പൊട്ടനെയും കൊണ്ട്. പ്രാവശ്യം ഞങ്ങളൊന്ന് ഇറങ്ങി വെക്കുക. ഊണ് കഴിക്കുന്നില്ലേ? ഊണ് അതാ ഞങ്ങള് നേരത്തെ വന്നേ. എന്നാ ഞങ്ങളങ്ങ് വാടാ. എന്തത്? പട്ടിക്കുഞ്ഞേ എന്നെ മാതല്ലേ, നിന്റെ അമ്മ അവന്റെ യന്ത്രം നിന്ന് നിൽപ്പിൽ നിന്ന് സേവിയർ അനങ്ങിയില്ലെന്ന് തോന്നുന്നു. പൂമുഖവാതുക്കൽ ഞങ്ങളെയും കാത്ത് അവൻ നിൽപ്പുണ്ടായിരുന്നു. അമ്മേ, അളിയ എങ്ങനാ കണ്ടോ? കണ്ടു. എടാ എന്തേലും പറയടാ. അളിയ എങ്ങനാ, പ്രിയംവദ കാതരയാണോ? എടാ പ്രിയംവദ കാതരയാണോന്ന്? പിന്നെ ഒരു 1.5 കാതര തന്നെ എൻ്റെ അളിയ. പ്രിയംവദ വളരെ സുന്ദരിയാണ്. പ്രിയംവദ വളരെ വെളുത്തിട്ടാണ്. ഞാൻ മുസ്ലിമാണ്, മുസ്ലിം. പക്ഷെ ഞങ്ങള് നസ്രാണികൾക്കാണ് നേരിയ മുൻതൂക്കം. ഈ പ്രിയംവദ കാതരയാണോ?